ശ്രീമതി ഉമ തോമസ്. സർ, നെല്ല് സംഭരിച്ച കർഷകർക്ക് പണം കൃത്യമായി ലഭ്യമല്ലാത്തതിനാൽ അവർ എടുത്തിരിക്കുന്ന വായ്പയും മറ്റും മുടങ്ങി നിൽക്കുകയാണ്. സർ, തണുക്കുന്നവനാണ് പുതപ്പിൻ്റെ ആവശ്യം. കൃത്യസമയത്ത് സർ കൊടുക്കാതെ ഇരിക്കുന്നതിനാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ കർഷകർക്ക് പുതിയ വിത്ത് വാങ്ങുന്നതിനും വളം വാങ്ങുന്നതിനും കീടനാശിനികളൊക്കെ വാങ്ങുന്നതിനും അസൗകര്യം ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മാത്രമല്ല, എൻ്റെ മണ്ഡലമായ തൃക്കാക്കരയിൽ റൈസ് റിസർച്ച് സെൻറ്ററിൻ്റെ ഉപയോഗം എടുത്ത് നമ്മൾക്ക് ആധുനിക രീതിയിലുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ഉദ്ദേശിച്ചിരുന്ന ഈ PRS വായ്പ തിരിച്ചടവിൻ്റെ കാലതാമസം കർഷകൻ്റെ സിബിൽ സ്കോറിനെ ബാധിക്കുകയും മറ്റ് കർഷകൻ്റെ തുടർ ആവശ്യങ്ങൾക്ക് തടസ്സം വരുന്നു എന്ന നിലയിലാണ്. അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കാത്ത നിലയിൽ ആ പദ്ധതി കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. സപ്ലൈകോയുടെ പോർട്ടലുമായി ഒരു വെബ് സർവീസ് ഇൻറ്റിഗ്രേഷൻ നടത്തുക എന്ന ലക്ഷ്യം അക്കാര്യത്തിൽ വെച്ചിട്ടുണ്ട്. തൃക്കാക്കരയിലെ കോൺസ്റ്റിറ്റ്യുവൻസിയായി ബന്ധപ്പെട്ടുള്ള പദ്ധതി അത് പരിശോധിച്ച ശേഷം മറുപടി പറയും സാർ.